സാർ നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ മെയ് 27 പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ ഒരു ED റെയ്ഡ് നടക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയൻ CMRൽ നിന്നും അനധികൃതമായി പണം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട കേസാണ് ആ ED റെയ്ഡിന് അടിസ്ഥാനം. എന്നാൽ പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുന്നു എന്നുള്ള വിവരം കാട്ടുതീ പോലെ ആളിപ്പടരുന്നു. വെളുപ്പിന് 5:30-ക്കാണ് ED റെയ്ഡിനെത്തുന്നത്. എന്നാൽ ഏതാണ്ട് രാവിലെ 9 മണിയാകുന്നതോടുകൂടി പിണറായി വിജയൻ്റെ വീടിന് മുന്നിലുള്ള ബേക്കറി ജംഗ്ഷനിൽ CPMൻ്റെ മുൻ മന്ത്രിമാരും MP-മാരും പ്രാദേശിക നേതാക്കളും MLA-മാരും അടങ്ങുന്ന ഒരു വൻ ജനാവലി തന്നെ അവിടെ തടിച്ചുകൂടി EDക്കെതിരെ വലിയ പ്രതിഷേധവും പ്രതിരോധവും ഉയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. കുടിവെള്ളത്തിൻ്റെ കുപ്പി വരെ ED റെയ്ഡ് നടക്കുന്ന വീട്ടിലേക്ക് വലിച്ചെറിയുന്നു. പിന്നീട് വടി കമ്പുകൾ വലിച്ചെറിയുന്നു. ED റെയ്ഡ് കഴിഞ്ഞ് ഏതാണ്ട് 10 മണിക്കൂർ നേരം റെയ്ഡ് കഴിഞ്ഞ് വിലപ്പെട്ട രേഖകളുമായി അവരുടെ കാറിൽ മടങ്ങുന്ന സമയത്ത്, പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പുറത്ത് തമ്പടിച്ചിരുന്ന CPMൻ്റെ മുൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, MP-മാരുടെ നേതൃത്വത്തിൽ തമ്പടിച്ചിരുന്ന CPMൻ്റെ പ്രാദേശിക അണികളും പ്രവർത്തകരുമെല്ലാം EDയുടെ കാറ് ആക്രമിക്കുന്നു. 3 കാറിലായി സഞ്ചരിച്ചിരുന്ന ഇവരെ അവർ ആക്രമിക്കുന്നു. ഇഷ്ടിക കൊണ്ടും വടി കൊണ്ടും ചീമുട്ട കൊണ്ടുമെല്ലാം ആക്രമിക്കുന്നു. കാറിൻ്റെ ചില്ല് പൊളിഞ്ഞ് ഒരു ഡ്രൈവറുടെ കണ്ണിൽ അത് കുത്തിക്കയറുന്നു. വലിയ പരിക്ക് പറ്റുന്നു. പോലീസ് എത്തി EDയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. EDയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ പേരിൽ കേസെടുക്കുന്നു. പിന്നീട് പോലീസ് 26 പേരെ കസ്റ്റഡിയിലെടുത്തു. അവരിപ്പോഴും ജയിലിലാണ്. ഒരാൾക്ക് ജാമ്യം കിട്ടുന്നു. അത് PP-യുടെ നിലപാടിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ കൊണ്ടാണ് ആ ഒരാൾ ജാമ്യമെടുത്ത് അയാൾ ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പറഞ്ഞു വരുന്നത് ഇതിലുപരിയായ മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ 25 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നുണ്ട്. ഇവർക്കെതിരെ അന്ന് ആക്രമിക്കപ്പെട്ട ED ഉദ്യോഗസ്ഥന്മാർ 7 പേരുണ്ടായിരുന്നു. ഓരോരുത്തർക്കും 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകണം. തങ്ങൾക്കുണ്ടായ മാനസിക ക്ലേശത്തിനും മാനസിക പീഡത്തിനും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും 1 കോടി രൂപ വീതം 7 പേർക്ക് 7 കോടി രൂപ നൽകണം. കൂടാതെ ഇവർ തല്ലിപ്പൊളിച്ച്, അതായത് CPMൻ്റെ അണികൾ തല്ലി തകർത്ത് കാറ് നന്നാക്കി കൊടുത്ത വകയിൽ 1,77,00,000 രൂപ, 1,77,000 രൂപ ED ഈ കാർ ഡ്രൈവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പണം കൊടുക്കണം. കൂടാതെ കോടതി ചെലവ്, എത്ര വലിയ മുന്തിയ വക്കീലിനെ വച്ചാണോ കേസ് നടത്തുന്നത്, കോടതി ചെലവ് കഴിയുന്നത് വരെയുള്ള തുക ഇവർ നൽകേണ്ടതായി വരും. അപ്പോൾ ഒരു 10-15 കോടി രൂപയെങ്കിലും ഈ 25 പേർ ED ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടി വരും എന്ന് പറയുമ്പോൾ ആയുഷ്കാലം ഈ പാവങ്ങൾ പണിയെടുത്താൽ കിട്ടാത്തത്ര തുകയ്ക്ക് അവർ ബാധ്യസ്ഥരായിരിക്കുന്നു. പിണറായി വിജയൻ ഇവരെ പെടുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സാർ, ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് മുമ്പ് ഗുണ്ടായിസം കൊണ്ട് എന്തിനേയും നേരിടാമെന്ന് കൃത്യമായി പഠിച്ച് പ്രവർത്തിച്ചുള്ള ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതിന് അത്തരം ആശയം ഡെവലപ്പ് ചെയ്തുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ. കണ്ണൂരിലെല്ലാം കൊലപാതകങ്ങൾ നടത്തി ആളുകളെ കൊന്ന് തിരിച്ച് എതിർ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഒതുക്കുകയും ചെയ്യുന്ന രീതി മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായിരുന്നു. ഇലക്ഷനിൽ പോലും ബൂത്ത് കയ്യേറി അവിടെയുള്ള ബൂത്ത് എതിരാളികളുടെ എതിർ പാർട്ടികളെ ഏജന്റുമാരെ ഭീഷണിപ്പെടുത്തി പരസ്യമായി വോട്ട് ചെയ്യുകയും 100% പോളിംഗ് അടുക്കം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയും ഉണ്ടായിരുന്നു. ഇത്തവണ പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് കണ്ണൂരിൽ നിന്നും, പ്രത്യേകിച്ച് ധർമ്മടത്തു നിന്നും അവിടെ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഇപ്രാവശ്യം മത്സരിച്ച നേതാക്കന്മാർ എന്നോട്, അല്ലെങ്കിൽ ബൂത്ത് ഏജന്റുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ പാർട്ടി CPMൻ്റെ ആളുകൾ ആയുധങ്ങളുമായിട്ടാണ് ഇത്തരം ബൂത്തുകൾ വരിക. ഇതേപോലെ ഒരു പരിപാടിയായിരുന്നു തിരുവനന്തപുരത്ത് പിണറായി വിജയൻ വെച്ചത്. കേരളത്തിൽ CPM കഴിഞ്ഞ 10 വർഷം കൊണ്ട് തകർന്നു തരിപ്പണമായിക്കൊണ്ടിരുന്നപ്പോൾ പിണറായി വിജയൻ CPMലെ എല്ലാ മേഖലകളിലുള്ള ഗുണ്ടായിസവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുമായി നല്ല ബന്ധത്തിലായിരുന്നു. അവരെ ഉപയോഗിച്ച് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഗുണ്ടാ മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ടാവുകയും അതേപോലെ പോലീസിലെയും റവന്യൂ വകുപ്പ് അങ്ങനെയുള്ള ഔദ്യോഗികമായ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു പിയോണോ ആരെങ്കിലും ഉണ്ടാകും. ഇവരാണ് അത് ഭരിക്കുന്നത്. പിണറായി വിജയൻ്റെ നേരിട്ടുള്ള ഇടപാടുകളാണ് അവിടെ ഉണ്ടാവുക. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി അവർ പരാതി ചെന്നാൽ അതിന് മുമ്പ് ഈ ഗുണ്ടാസംഘങ്ങളുടെ കൈവശത എത്തിക്കഴിഞ്ഞാൽ അവരവിടെ ആ പെൺകുട്ടിക്കെതിരെ മോഷണക്കുറ്റത്തിന് ഒരു പരാതി കൊടുക്കും. അപ്പോൾ അവസാനം CA അടുത്ത പോലീസ് ഉദ്യോഗസ്ഥന് പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വരും. അവിടെ എന്താ പറയുക, നിങ്ങൾക്ക് മോഷണ കേസിൽ അകത്താവണോ അല്ല ബലാത്സംഗ കേസ് മുന്നോട്ട് പോകണോ, കേസ് ഇട്ടിച്ച് പോകുന്ന പരിപാടിയുണ്ടായി. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ കുറേ കാലമായിട്ട് 10 വർഷമായിട്ട് കേരളത്തിൽ നടമാടിയിരുന്നത്.
അങ്ങനെ ഉണ്ടായ കേരളത്തിലെ എല്ലാ മേഖലകളിലെയും ഗുണ്ടാ സംഘങ്ങൾ പിണറായി വിജയന് ഒരു എല്ലാ തെമ്മാടിത്തരത്തും കൂട്ടായിരുന്നു. ആരും ഒന്നും മിണ്ടില്ല പേടിച്ചിട്ട്. അത്തരം ഗുണ്ടാസംഘങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ഞാൻ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് എൻഫോഴ്സ്മെന്റ് വന്നാൽ കൈകാര്യം ചെയ്യാന്നുള്ള ഒരു പ്ലാനായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തും കണ്ണൂരും കോഴിക്കോട് റിയാസിൻ്റെ വീട്ടിലും, പിണറായി വിജയൻ്റെ കണ്ണൂരും ധർമ്മടത്തുള്ള വീട്ടിലും അതേപോലെ തിരുവനന്തപുരത്തുള്ള ബേക്കറി ജംഗ്ഷനിലെ വീടും എൻഫോഴ്സ്മെന്റ് റെയ്ഡിന് വന്നപ്പോൾ അവരെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഇനി മേലിൽ ഈ പരിപാടിക്ക് വരില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഗുണ്ടകളെ ഇറക്കിയത്. എൻഫോഴ്സ്മെന്റ് എല്ലാ പാഠങ്ങളും കഴിഞ്ഞ് എല്ലാ കളികളും കഴിഞ്ഞ് എല്ലാവരെയും കണ്ട് പഠിച്ചിട്ടാണ് ഇത്തരം രംഗത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പം ഇപ്പോഴെന്തുണ്ടായി, ഭരണം മാറിയതോടുകൂടി പോലീസും വളരെ സജീവമായി, അതോടൊപ്പം എന്തായി എൻഫോഴ്സ്മെന്റും കൃത്യമായി നിയമത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോയി. മുമ്പ് നിയമത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല, പേടിച്ചിട്ട്. ഇത് അങ്ങനെ സംഭവമില്ല. ഇപ്പോൾ കൃത്യമായി അതിൽ ആക്ഷൻ അവരെടുത്തു. പോലീസിൻ്റെതായ വഴികളെടുത്തു. നേതാക്കന്മാർക്കെതിരെ കേസെടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് പറഞ്ഞു. ഇപ്പോൾ ഈ പ്രതികളായ ആളുകളുടെ അടുത്തു നിന്നൊക്കെ തന്നെ 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞുള്ള ഒരു കേസ് കൂടി വരുന്നതോടെ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? അവർക്ക് ക്രിമിനൽ കേസിൽ ജയിലിൽ കിടക്കാം. പക്ഷെ വീട്ടിന്റെ സ്വത്തും അതേപോലെ എല്ലാം വാരിപ്പെറുക്കി കൊടുത്താലും 1 കോടി രൂപ എവിടുന്ന് കൊടുക്കും? ഒരു സ്ഥലത്തൊന്നും കൊടുക്കാണ്ടാവില്ല. കുടുംബം കുളം തോണ്ടും. പിണറായി വിജയന്റെ വാക്കും കേട്ടാല് പിണറായി വിജയനെ ചാടി പുറപ്പെട്ട് പിണറായി വിജയൻ നടത്തിയ അഴിമതിക്ക് കൊള്ളയ്ക്ക് എല്ലാം ചൂട്ടുപിടിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗിച്ച് എല്ലാ കാലത്തും പിണറായി വിജയൻ രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ ഈ പരിപാടി ഇതോടുകൂടിയിട്ട് അവസാനിക്കുകയാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഈ കേസ് കൊടുക്കുന്നതോട് കൂടിയിട്ട് പിണറായി വിജയന് സിന്ദാബാദ് വിളിക്കാൻ ഒരൊറ്റ കുട്ടിയെയും കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകള് എറണാകുളത്ത് എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് പോയപ്പോൾ തല കുമ്പിട്ട് മുഖത്ത് മാസ്ക് ധരിച്ച് കറുത്ത മാസ്കും ധരിച്ച് തല താഴ്ത്തി പോകുന്ന ഒരു രംഗമുണ്ട് ആ പെൺകുട്ടിയുടെ. ആ സ്വന്തം മകളെ ഇത്രയും കള്ളിയാക്കി ജനങ്ങളിടയിലൂടെ ദൃശ്യമാധ്യമങ്ങളുടെ മുന്നോട്ട് പോകും. ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ രാഷ്ട്രീയം വിട്ട് നേരെ ഞാൻ കുറ്റം ഏറ്റു പറഞ്ഞ് എല്ലാത്തിനും ഞാൻ മാപ്പ് എന്ന് പറഞ്ഞ് പോകേണ്ടതാണ്. എന്നാൽ ആ ഉളുപ്പ് പറയാൻ പോലും ധൈര്യമില്ലാത്ത ഭീരുവാണ്. അങ്ങനെ മാപ്പ് പറയാൻ പോലും ധൈര്യമില്ലാത്ത ഭീരുവാണ് പിണറായി വിജയൻ. ഇന്ന് പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞത് എന്താ, ഇത് ഒക്കെ കള്ളമാണെന്നാണ്. പക്ഷെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ CPM-ൽ പോലും ഒരു കുട്ടി പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി പിണറായി വിജയനെ കൂക്ക് വിളിക്കാൻ മാത്രമേ കല്ലെറിഞ്ഞ് ഓട്ടിക്കുന്ന ഒരു രംഗം വരാൻ പോവുകയാണ്. ഇത് ഞാൻ നേരത്തെ പ്രവചിച്ചിട്ടുള്ളതാണ്. കൃത്യമായി പിണറായി വിജയനെ പഠിച്ച അദ്ദേഹത്തിന് അന്ത്യം എന്തായിരിക്കും, അദ്ദേഹത്തിന് അവസാന നാളുകൾ വളരെ ദയനീയമായിരിക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിലേക്ക് കടക്കുകയാണ്. സാർ, ഇവിടെ നമ്മൾ കാണാതെ പോകാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ 25 പേരുടെ കുടുംബക്കാർ എന്ന് AKG സെന്ററിലും ജോയിയോടെ ഒക്കെ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് ഇവർ സമരത്തിനിറക്കിയത്. വീണ വിജയൻ CPM-ലെ അംഗമല്ല. അങ്ങനെ CPM-കാരി അല്ലാത്ത ഒരാൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടി എന്തിനാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഞങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ ജയിലിൽ അടച്ചതെന്ന് ചോദിക്കുമ്പോൾ ജോയിക്ക് ഒരു ഉത്തരം പറയാനുണ്ടായിരുന്നില്ല. മാത്രമല്ല ആറ്റുകാൽ ഉണ്ണി എന്ന് പറയുന്ന ഒരാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി, സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ഈ അച്ഛനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് പ്രത്യേക ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് അനുവദിക്കപ്പെട്ടില്ല. പിന്നീട് ഈ അച്ഛൻ മരിച്ചതിന് ശേഷം 3 ദിവസത്തെ പ്രത്യേക ജാമ്യം കൊടുത്തു ശേഷക്രിയ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത്രത്തോളം ഇവരെ മാനസികമായും ശാരീരികമായൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു. ഇവരൊക്കെ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് വന്ന ആളുകളാണ്. അന്നന്ന് ജോലിക്ക് പോയി കഴിഞ്ഞുകൂടുന്ന ആളുകൾ ഇതിൽ പലരുമുണ്ട്. എന്തിനു വേണ്ടിയാണ് അവർ സമരം ചെയ്തത് എന്നുള്ള അവരുടെ വീട്ടുകാരുടെ ചോദ്യത്തിന് മുന്നിൽ ജോയിയെ പോലുള്ള CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് ഒന്നും മിണ്ടാൻ പറ്റാതെ അവർ കണ്ണു തള്ളി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ കാണേണ്ടത് വിനോദിനിയുടെ ഒരു ചോദ്യമാണ്. മരിച്ച ശേഷം കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത നേതാക്കന്മാരാണ് കണ്ണൂരിലുള്ളത്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണന്റെ മരിച്ച ഉടൻ തന്നെ എന്താ ചെയ്തത്? അദ്ദേഹത്തിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വിലാപയാത്രയായി കൊണ്ടുവരുന്നതിന് പകരം പിണറായി വിജയൻ അടിയന്തരമായി പിറ്റേ ദിവസം തന്നെ സ്ഥലം വിടേണ്ട കാര്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കട്ട മുതലൊക്കെ വിദേശത്ത് കൃത്യമായി സൂക്ഷിക്കാൻ പോകേണ്ടതുള്ളത് കൊണ്ട് പെട്ടെന്ന് കണ്ണൂർ എയർപോർട്ടിൽ ബോഡി കൊണ്ടുവരികയും പെട്ടെന്ന് തന്നെ അന്ന് തന്നെ സംസ്കരിക്കുകയും ചെയ്തു. അത്രയും ക്രൂരതയാണ് കാണിച്ചത്. എന്നിട്ടോ മരിച്ചു കഴിഞ്ഞ ഉടനെ സ്ഥലം വിട്ട പിണറായി വിജയൻ ഇന്നേ വരെ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. MV ഗോവിന്ദനും തിരിഞ്ഞു നോക്കിയില്ല, പിണറായി വിജയനും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വിനോദിനി പറയുമ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ സ്ഥിതി എന്താണ്?
പിണറായി വിജയനെ ആക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനോട് ഇതാണ്, ആ കുടുംബത്തോട് ഇതാണ് പിണറായി വിജയന്റെ നിലപാടെങ്കിൽ, അതായത് കാര്യം നേടി അവസാനം കാര്യം കഴിഞ്ഞാൽ പുറത്ത് എന്നുള്ള ശൈലി ഉണ്ടല്ലോ, അതാണ് പിണറായി വിജയൻ. അത് പിണറായി വിജയന്റെ മോൾക്ക് കട്ട് മുതലിന്റെ പേരിൽ കേസ് വന്നപ്പോൾ ഈ പാവപ്പെട്ട CPM അണികളെ രംഗത്തിറക്കി. ആരാണ് ഇപ്പൊ അവരെ സംരക്ഷിക്കാനുള്ളത്? ഒരു കുട്ടി പോലും, ഒരു ജോയും ഉണ്ടായില്ല, ഒരാളും ഉണ്ടാവില്ല എന്നുള്ള സത്യം അവർ തിരിച്ചറിയുകയാണ്. അത് വിനോദിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഈ പാവപ്പെട്ടവരുടെ സ്ഥിതിയും കൂടി വരുമ്പോൾ കേരളത്തിലെ CPM അണികൾ പിണറായി വിജയന്റെ ഒരു കാര്യത്തിനു വേണ്ടി പോലും ഇനി രംഗത്ത് വരില്ലാത്തൊരവസ്ഥയിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് സത്യം.